മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, നിങ്ങളുടെ ഭഗവാനായ മഹാദേവനെ ഇന്നലെയിൽ നിന്ന് ഇന്നത്തേക്ക് നിങ്ങൾക്ക് ജീവിതം നൽകാമെങ്കിൽ നിങ്ങളുടെ വിഷമങ്ങളിൽ നിന്നും തോൽവികളിൽ നിന്നും അപമാനത്തിൽ നിന്നും നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കാനും ഭഗവാന് സാധിക്കുന്നതാണ്. നിങ്ങൾ സങ്കടപ്പെടാതിരിക്കുക. നിങ്ങൾ തനിച്ചാണെന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? ഇരുട്ടിലേക്ക് മാത്രം നിങ്ങൾ നോക്കാതെ പ്രകാശത്തിലേക്ക് നോക്കുക. നിങ്ങളുടെ മനസ്സിലിപ്പോൾ ഒരു വെളിച്ചം കാണുന്നില്ലേ? ആ വെളിച്ചം മഹാദേവനാണ്. ആ വെളിച്ചം നിങ്ങളുടെ മനസ്സിനെ ശക്തി പകരുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടും. നിങ്ങളെ ആരൊക്കെ വിട്ടുപോയാലും മഹാദേവന്റെ കൈകളിൽ നിങ്ങൾ സുരക്ഷിതമായിരിക്കും. ഭക്തരെ, ജീവിതത്തിൽ ഒന്നും കണ്ട് അഹങ്കരിക്കരുത്. കാരണം ഇന്നുള്ളതെല്ലാം നാളെ ഉണ്ടാകണമെന്നില്ല. ഒരാൾക്കെങ്കിലും ഒരാശ്വാസമാകാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ സാന്നിധ്യം കൊണ്ട് അവർക്ക് സന്തോഷം നൽകാൻ കഴിയുന്നുണ്ടെങ്കിൽ, അവർക്ക് വേണ്ടി ജീവിതത്തിലെ കുറച്ച് സമയം മാറ്റിവെക്കണം. നിങ്ങളുടെ സമയത്തിന് നിങ്ങളെക്കാളേറെ വില കൽപ്പിക്കുന്നത് അവരാണ്. മറ്റുള്ളവർ എന്നും ഒരുപോലെ നിങ്ങളെ സ്നേഹിക്കുമെന്ന് വിശ്വസിക്കരുത്. ഇഷ്ടങ്ങൾ മാറുന്നതിനനുസരിച്ച് മാറുന്നവരാണ് പലരും. ഭക്തരെ, നിങ്ങളൊരു തെറ്റ് ചെയ്താൽ അത് എല്ലാവരുടെയും ഓർമ്മയിലുണ്ടാകും. എന്നാൽ നിങ്ങൾ അവർക്ക് വേണ്ടി ചെയ്തു കൊടുത്ത ഉപകാരങ്ങൾ അതൊരിക്കലും ആരുടെയും ഓർമ്മകളിൽ ഉണ്ടാവില്ല. നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഓരോരുത്തരും ഓരോ പാഠങ്ങളാണ്. ചിലർ സ്നേഹം എന്താണെന്ന് നിങ്ങളെ പഠിപ്പിക്കുമ്പോൾ മറ്റു ചിലർ വേദന എന്തെന്ന് പഠിപ്പിക്കുന്നു. ഭക്തരെ, വീഴുമെന്ന് പേടിപ്പെടുത്തുന്നവരെയല്ല, കൈപിടിക്കാമെന്ന് ധൈര്യം തരുന്നവരെയാണ് കൂടെ കൂട്ടേണ്ടത്. നിങ്ങളുടെ സ്നേഹത്തിനേക്കാൾ മൂല്യം പണത്തിന് കൊടുക്കുന്നവർക്ക് ഒരിക്കലും നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ കഴിയില്ല. പരിഹാസങ്ങളും പുച്ഛങ്ങളും തരം താഴ്ത്തലുകളും നേരിട്ട് ജീവിതത്തിൽ വിജയിച്ചവർക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഏതൊരു സാഹചര്യത്തിലും അവർക്ക് ചെറുത്തു നിൽക്കാൻ സാധിക്കും. ഭക്തരെ, പ്രകടിപ്പിക്കാനാകാത്ത വേദനകൾക്ക് കാഴ്ചയിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ തീവ്രതയുണ്ടാകും. എപ്പോഴും ചിരിക്കുന്ന മുഖങ്ങളിൽ ദുഃഖങ്ങളില്ലെന്ന് ധരിക്കരുത്. ദുഃഖങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് മനസ്സിലാക്കുക. ഏതൊരു കർമ്മവും വാക്കും അത് എത്ര നിസ്സാരമായിരുന്നാലും മനുഷ്യൻ്റെ നന്മയ്ക്ക് ഉതകുന്നതാണെങ്കിൽ അത് പുണ്യവും അമൂല്യവുമായി മാറും. ഭക്തരെ, നിങ്ങളുടെ മനസ്സ് തകർന്നതായി ആർക്കും തോന്നരുത്. കാരണം തകർന്ന വീടിൻ്റെ ഇഷ്ടിക എടുത്തു മാറ്റുവാൻ കാത്തിരിക്കുന്നവരാണ് മിക്കവരും. കടം കൊടുക്കുന്ന പണവും മനസ്സറിഞ്ഞു കൊടുക്കുന്ന സ്നേഹവും തിരിച്ചു കിട്ടാൻ വളരെ പ്രയാസമാണ്. രണ്ടും ചിലപ്പോൾ സമ്മാനിക്കുന്നത് ശത്രുക്കളെ ആയിരിക്കും. മനുഷ്യൻ അവനവനായിരിക്കുമ്പോൾ മറ്റുള്ളവരാൽ വെറുക്കപ്പെടുകയും മുഖംമൂടി അണിയുമ്പോൾ സ്നേഹിക്കപ്പെടുകയും ചെയ്യുന്നു. സ്വയം തോറ്റുതരുന്നവർക്ക് വിജയത്തേക്കാൾ പ്രാധാന്യം ബന്ധങ്ങളുടെ നിലനിൽപ്പാണ്. എന്നും കൂടെയുണ്ടാകുമെന്ന് വാക്ക് നൽകി ഉപേക്ഷിച്ച് പോകുന്നവരെയല്ല, ഒരു വാക്കും നൽകാതെ ഒരു നിബന്ധനകളും വയ്ക്കാതെ കൂടെ നിൽക്കുന്നവരെയാണ് ചേർത്തു നിർത്തേണ്ടത്. സ്നേഹം സത്യമാണ്, ചില സമയങ്ങളിൽ പൊള്ളുമെന്ന് മാത്രം. നിങ്ങളുടെ സ്നേഹത്തെ അതിനെ വിലമതിക്കാത്ത ഒരാളിൽ കൊണ്ടുപോയി തുലയ്ക്കാതിരിക്കുക. ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.